നമുക്ക് ആദർശിന്റെ നയനയുടെ വരാൻ പോകുന്ന ആഴ്ചകളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നവ്യ പ്രതികാരമായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് പിന്നീട് സംഭവിക്കുന്നത്. ഹബിയും ജലജയൊക്കെ വരച്ച വരെ നിർത്തുന്നുണ്ട് നവ്യ. നവ്യയുടെ മനസ്സിൽ ഇങ്ങനൊരു കാര്യമുണ്ട്, പ്രതികാരം ഉണ്ടെന്നുള്ള കാര്യം അറിയാത്ത രീതിയിലായിരുന്നു നവ്യ പിന്നീടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. ചന്തുമോളുടെ അച്ഛന് അഭിയാന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ നവ്യ പ്രതികാരമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നവീൻ നയനെ രക്ഷിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാല് രക്ഷിച്ചത് നവീനായിരുന്നില്ല, നവ്യായിരുന്നു. കൃത്യസമയത്ത് നവീന് വേണ്ടുന്ന വിവരങ്ങളൊക്കെ കൊടുത്തത് നവ്യയുടെ കൂട്ടുകാരിയായിരുന്നു. ആ കൂട്ടുകാരി അങ്ങനെ വിവരം കൊടുക്കാൻ കാരണം നവ്യ ഇതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേവിഡിന്റെ കയ്യിൽ DNA ടെസ്റ്റ് നടത്താനായിട്ട് സാമ്പിൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നവ്യ. പക്ഷെ DNA ടെസ്റ്റിന്റെ ഫലം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് നെഗറ്റീവാന്ന് പറഞ്ഞു. അബിയുടെ കുഞ്ഞല്ലെന്ന് പറഞ്ഞാൽ നവ്യക്ക് എന്തോ ചില സംശയങ്ങളൊക്കെ ആയി. തന്റെ അമ്മയും അനുജത്തിമാരും എല്ലാവരും ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പൊ നവ്യക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒടുവിൽ എന്ത് ചെയ്തു, DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് അവളുടെ കൊടുത്തു വിടുവാണ്. അപ്പം അവൾ ആ ലാബിലാണ് ജോലി ചെയ്യുന്നത്. അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. അപ്പൊ അതിന്റെ ഫലം അറിയുമ്പോൾ പറയണമെന്ന് പറഞ്ഞു. നവ്യക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്നുള്ളത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങളൊന്നും അബിക്കോ ജലജയ്ക്കോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കും അറിയണ്ടായിരുന്നില്ല. ഇതെല്ലാം നവ്യ ഭയങ്കര രഹസ്യമായിട്ട് ചെയ്ത കാര്യങ്ങളാ. അങ്ങനെ DNA ടെസ്റ്റിന്റെ റിസൾട്ട് പറയാനായിട്ട് അവള് വന്നു കഴിഞ്ഞിട്ട് നവ്യയുടെ റിസൾട്ട് പറയണം. ചന്തുമോള് അബിയുടെ കുഞ്ഞാന്നുള്ള കാര്യം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവ്യക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. നവ്യ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഡേവിഡ് സാർ തന്നോട് കള്ളത്തരം പറഞ്ഞേ അബിയെ രക്ഷിക്കാൻ ശ്രമിച്ചേ? അപ്പൊ അവര് DNA ടെസ്റ്റ് നടത്തിയിട്ടില്ല, തന്നോട് കള്ളത്തരം പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതിരിക്കില്ല. അബിയെ അവരങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ അനന്തപുരിയെ തകർക്കാൻ വേണ്ടിയായിരിക്കും. അതോടൊപ്പം തന്നെ ചതിച്ച അബിയെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ആദ്യം നവ്യ ഓർത്തെ അവനെ അങ്ങോട്ട് കുത്തിക്കൊന്നാലോന്ന്, പിന്നെ ഓർത്ത് അത് വേണ്ട, ഒറ്റയടിക്കുള്ള മരണം അവൻ ആഗ്രഹിക്കുന്നില്ല. തന്നെയും തന്റെ കുടുംബത്തെ തന്റെ മോനെ വരെ ചതിച്ചവനവന്. അപ്പൊ പിന്നെ അവന് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം, ചിരിച്ചോണ്ട് കഴുത്തറക്കണം. അതാണ് ചെയ്യേണ്ടത്. ഒടുവിൽ നവ്യ ആ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അവരുടെ മുന്നിൽ നന്നായിട്ട് നവ്യ അഭിനയിച്ചു. കാരണം തനിക്ക് അവനെ ഒരു വിശ്വാസക്കുറവില്ല എന്നുള്ള രീതിയിലാണ് നവ്യ അഭിനയിക്കുന്നത്. അതൊക്കെ അഭിയും ജലജയും വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നയനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് കള്ളക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നവ്യക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന്. പിന്നീട് നവ്യ ഏൻ ജ്വല്ലറിക്ക് ചെല്ലുവാണ്. അങ്ങനെ അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി ചെല്ലുന്ന സമയത്താണ് ഡേവിഡ് ഫോണിൽ കൂടെ സംസാരിക്കുന്നത് കേട്ടത്. അപ്പൊ നവ്യ അങ്ങോട്ടേക്ക് കടന്ന് ക്യാബിന്റെ അങ്ങോട്ടേക്ക് വന്ന് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നാഗേന്ദ്രനുമായിട്ട് സംസാരിക്കണം. സാറ് പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അവിടെ സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് നമ്മുടെ ആൾക്കാർ കൊണ്ടുപോയി സ്വർണം വെച്ചിട്ടുണ്ട്. ആ ഷോപ്പിന്റെ മുന്നിൽ വെച്ച് കാര്യങ്ങളൊക്കെ നല്ല അതിഗംഭീരമായിട്ട് നടന്നു. ഇനി പേടിക്കേണ്ട സാറേ, അവൾ അകത്തേക്ക് പോകാൻ പോവാ, അവൾക്ക് ജാമ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് കേട്ടപ്പം ഒരു കാര്യം നവിക്ക് മനസ്സിലായി. അപ്പം നയനെ മനഃപൂർവ്വം ഇവരെല്ലാം ചേർന്ന് കുടുക്കിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അറിയാൻ സാധിച്ചിരിക്കും എങ്ങനെ എന്താ സംഭവിച്ചെന്നുള്ളത്. അങ്ങനെയാണ് നവ്യ തന്റെ കൂട്ടുകാരെ പോയി കാണുന്നത്. നവ്യ വിളിച്ചിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു വരുമല്ലോ. അത് വേണ്ട, താനാന്നിപ്പോ ആരും അറിയണ്ട നയനെ രക്ഷിക്കുന്നത്. കൂട്ടുകാരുടെ കാര്യങ്ങൾ പറയണം. അങ്ങനെ കൂട്ടുകാരെ കൊണ്ട് നവ്യനെ വിളിപ്പിച്ചിട്ട് കാര്യങ്ങൾ പറയണം. ആ ഷോപ്പിന് മുന്നിൽ വെച്ച് അവിടെ വെച്ചിട്ടാണ് കുറച്ച് ഗുണ്ടുകൾ കൊണ്ട് കാറിനകത്തേക്ക് ബാഗ് വെച്ച് സ്വർണ്ണം അടങ്ങിയ ബാഗ് വെച്ചിരിക്കുന്നത്. അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള വിവരം കിട്ടുമെന്ന്. അങ്ങനെ നവീൻ എന്ത് ചെയ്തു, രാത്രി തന്നെ പോയി അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നന്ദൂരെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ്. നന്ദൂരെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ആ CCTV ദൃശ്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് നയനെ രക്ഷിക്കാനായിട്ട് പറ്റിയത്. നയന നിരപരാധി എന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും നവ്യ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അഭിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. താൻ AN ജ്വല്ലറിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകല്ലേ. അപ്പം നവ്യയ്ക്കൊരു കാര്യം ഉണ്ടായിരുന്നു, ആരും തന്നെ ഇപ്പൊ സംശയിക്കാൻ പാടില്ല, താനാണ് നയനെ രക്ഷിച്ചത്, അല്ലെങ്കിൽ തനിക്ക് സത്യങ്ങളൊക്കെ അറിയാന്ന് എല്ലാരും മാക്സിമം ചൊടിപ്പിച്ചാലും നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് കനികയും ഗോവിന്ദനെയൊക്കെ വിളിച്ചിട്ട് പറയണേ അബി AN ജ്വല്ലറിയിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമമെന്നറിയാം, പക്ഷെ എൻ്റെ അബിയെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ.
നവ്യ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടില്ലെന്ന് കരുതിയിട്ട് അവർക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ, അന്ന് കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസമാണ്. രാവിലെ തന്നെ നവ്യ എഴുന്നേറ്റു. നവ്യയുടെ മനസ്സ് നിറയും പ്രതികാരമാണ്. പക്ഷേ എങ്കിൽ അതൊന്നും പുറമെ കാണിക്കാതെ നവ്യ പൂജാമുറി കയറി പൂജകളൊക്കെ നടത്തി. ജലജി അഭിയും വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടിട്ടാണ് അഭി യാത്രയൊക്കെ തുടങ്ങുന്നത്. അപ്പൊ പോകുന്നതിന് മുമ്പ് നവ്യ പറഞ്ഞു ഞാനും കൂടെ വരാം, കാരണം തന്റെ റെക്കമെൻഡേഷനിലാണ് അവിടെ ജോലി കിട്ടിയിരിക്കുന്നത്. നവ്യക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഈ ഡേവിഡിന്റെ ഉള്ളിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അബി അവര് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം കാണും. ആ രഹസ്യം കണ്ടുപിടിക്കണം. ആ രഹസ്യം കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിന്റെയൊക്കെ സത്യാവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനായിട്ടുള്ളൊരു പുറപ്പാടിലായിരുന്നു നബിയെ. അത് കണ്ടെത്തണം. പക്ഷെ അതിനു മുമ്പ് ആരും ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലെന്ന്. അങ്ങനെ അബിയെ കൂട്ടിക്കൊണ്ട് AN ജ്വല്ലറിക്ക് ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിഗംഭീര സ്വീകരണം അബിക്ക് കൊടുക്കുന്നേ. അത് കണ്ടപ്പോൾ തന്നെ നബിക്ക് സംശയങ്ങളായി. ഇത്ര ഗംഭീര സ്വീകരണം കൊടുക്കേണ്ട കാര്യമുണ്ടോ? മാനേജറാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേങ്കിൽ ഇതിന് പിന്നിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട്. MDയുടെ മോനാണ് വന്നിരിക്കുന്നുള്ള കാര്യം നവ്യക്ക് അറിയില്ല. നാഗേന്ദ്രന്റെ മോനാണ് അബി എന്നുള്ള കാര്യം. അപ്പൊ ഡേവിഡാണ് MD എന്നുള്ള നവ്യം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ അന്നത്തെ ആ പെർഫോമൻസോട് കൂടിയിട്ട്, ഡേവിഡിന്റെ ഒക്കെ പെർഫോമൻസോട് കൂടിയിട്ട് ഒരു കാര്യം നവ്യക്ക് ഉറപ്പായി, ഇതിന്റെ പിന്നിലൊക്കെ ആരും നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ അബിയെ കൊണ്ടുവന്ന് ക്യാബിൽ ഇരുത്താൻ സമയത്ത് നബി അവിടെ ഉണ്ടായിരുന്നു. നബി കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഡേവിഡിനെ കണ്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. സാറില്ലായിരുന്നെങ്കിൽ എൻ്റെ അബിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടത്തില്ലായിരുന്നു. എൻ്റെ അബി അനന്തപുരിയിൽ കിടന്ന് നരകിച്ചു പോയാലോ, ഒത്തിരി നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കാരണം അവരുടെ വിശ്വാസം പിടിച്ചെടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരുന്നു നവ്യയുടെ ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ. ഇതൊന്നും പക്ഷെ ബാക്കി ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒടുവില് നവീന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. നവീൻ എന്ത് ചെയ്തു, ഒടുവില് സത്യങ്ങളൊക്കെ കണ്ടെത്തോണം. നയനെ രക്ഷിക്കാനായിട്ട് അനോണിമസ് കോൾ വന്ന നവ്യയുടെ ഫ്രണ്ടിന്റെ ഫോണിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നവീൻ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ ഉള്ള സത്യങ്ങളൊക്കെ നവീനോട് പറയാണ്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം നവീനൊരു കാര്യം മനസ്സിലായി. നവ്യ പ്രതികാരമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. പക്ഷെ ഇതിന്റെ അനന്തരഫലം എന്താണെന്ന് അറിയത്തില്ല. നവ്യ ഉറപ്പായിട്ട് അവനെ തീർക്കും. പക്ഷെ അവനെ തീർക്കുന്നതിന് മുമ്പ് അവനെ കുറച്ചിട്ട് കുരങ്ങ് കളിപ്പിക്കും. എന്നിട്ട് അവനെ തീർക്കോളം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പിന്നീട് നവ്യ AN ജ്വല്ലറിയെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അബി അവിടെ കയറിയിട്ടൂടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണെന്നുള്ള കാര്യം നമ്മയ്ക്ക് അറിയായിരുന്നു. ആ സമയം ദേവേനിക്കും അതുപോലെ ജയനും അജയനൊക്കെ കട്ടക്കലിപ്പ് തന്നെയായിരുന്നു. അബി AN ജ്വല്ലറിക്ക് പോയത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ദേഷ്യം അവർ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നവ്യ അവരെയൊക്കെ വെല്ലുവിളിച്ച് നിൽക്കുവാണ്. എന്റെ ഭർത്താവിൻ്റെ ഒരു ജോലിയില്ല, അനന്തപുരി അവനെ ഇറക്കി വിട്ടല്ലേ, പിന്നെ അവൻ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവ്യ എതിർത്ത് നിന്നു. അത് അവയ്ക്കൊരു ഗുണമായിരുന്നു. കാരണം നവ്യെ പിന്നെ വീണ്ടും വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് അവര് കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. പക്ഷെ നവ്യ പിന്നീട് അനഘയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അനഘയെ പോയി കണ്ട് അനഘയോട് കാര്യങ്ങൾ സംസാരിക്കണം. ഞാൻ അബിയുടെ ഭാര്യയാണ്, ഇപ്പോഴാണ് ഞാൻ സത്യങ്ങളൊക്കെ അറിയണമെന്നൊക്കെ. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അനഘയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. അപ്പൊ തന്നെ നവ്യക്ക് മനസ്സിലായി ഇവരെത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നയനയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ശരി തന്നെയാ, തന്റെ അമ്മയും പറഞ്ഞ് ശരി തന്നെയാ. ഇവരെ കൊല്ലാൻ ശ്രമിച്ച അബി അങ്ങനെയുള്ള അവനെ ഇനി മിക്കവാറും തന്നെയും കൊല്ലാൻ ശ്രമിക്കും. അതിന് ചാൻസ് ഉണ്ട്. സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞെന്നറിഞ്ഞാല് അവൻ തന്നെയും വെറുതെ വിടത്തില്ല. ചിലപ്പം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നിരിക്കും. പോരാത്തതിന് ഈ ഡേവിഡൊക്കെ ആയിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ അനന്തപുരിയെ തന്നെ ഇല്ലാതാക്കും. അതൊരു കാരണവശാലും പാടില്ല. അങ്ങനെ ഒടുവില് നവ്യക്ക് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതിന്റെ പിന്നിലുള്ള ആളെ കുറിച്ചൊക്കെ. അപ്പം ഒരു ദിവസം നവ്യ ആ കാഴ്ച കാണുന്നുണ്ട്. ഡേവിഡും അവന്തിയും കൂടെ സംസാരിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും അവന്തിക, കാരണം അവന്തിക്ക് AN ജ്വല്ലറിക്കാരുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ തന്നെ നവ്യയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവില് അവന്തികയെ അവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നവ്യക്ക് മനസ്സിലായി ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. അതുപോലെ തന്നെയായിരുന്നു ആദർശൻ നയനയൊക്കെ. ആദർശിന് വായിച്ചായിരുന്നു തന്റെ ഭാര്യയെ കോടതി കയറ്റി ഒരു ദിവസം ലോക്കപ്പിൽ കിട്ടു. പിന്നെ അവരെ വെറുതെ വിടാൻ പാടുണ്ടോ? CIക്കിട്ട് നല്ല ഇടിവെട്ട് പണി തന്നെ നന്ദു കൊടുക്കുന്നുണ്ട്. CI സസ്പെൻഷൻ ആയ ദിവസം തന്നെ CI എടുത്തിട്ടിരിക്കുന്നുണ്ട് നന്ദു. ഇരുട്ടടി കൊടുക്കുകയാണ്. നന്ദുവിനൊരു ശീലമായിട്ടുള്ള കാര്യമുള്ളൂ. അയാളുടെ എല്ലാം ഒടിച്ചു വിടുവാണ്. കാരണം ഇതിനു മുമ്പുള്ള CIക്കും അതുപോലത്തെ പണി കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇയാൾക്കിട്ടും കൊടുത്തു. തന്റെ ചേച്ചി ഒരു ദിവസം പോലീസ് ലോക്കപ്പിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതികാരം ചെയ്യണമല്ലോ. നന്ദുവിനോടൊപ്പം അനിയും കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാരും കൂടി ചേർന്ന് CI എടുത്തിട്ടിരിക്കുന്നുണ്ട്.
സിഐക്ക് എന്ത് ചെയ്യാൻ പറ്റും? തല്ലു കൊള്ളാനേ പറ്റുണ്ടായിരുന്നുള്ളൂ. ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ അയാൾക്കിട്ട് കിട്ടുന്നുമുണ്ട്. പിന്നീട് മാളവിക വിളിച്ചിട്ട് ആദർശനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന ഡേവിഡ് എന്ന് പറയുന്ന ആള്, അയാളെ നിയന്ത്രിക്കുന്ന ആള് ഒരു നാഗേന്ദ്രൻ എന്ന് പറയുന്ന ആളാന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടുവാണ്. നാഗേന്ദ്രൻ എന്നുള്ള പേര് ഇതിനു മുമ്പ് അങ്ങനെ അധികം കേട്ടായിട്ട് പെട്ടെന്നൊന്നും ആദർശന് ഓർമ്മയും വന്നില്ല. അപ്പൊ അബിയുടെ അച്ഛന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. അപ്പൊ ആ പേര് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് ആദർശ് അതിനെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങുകയാണ്. ആ സമയത്ത് നവ്യക്ക് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നവ്യ ഒടുവില് നയനയെ വിളിക്കുന്നുണ്ട്. നയനയെ വിളിച്ചിട്ട് നയനോട് കാര്യങ്ങളൊക്കെ പറയണം. കാരണം ആദർശിനെ കൊടുക്കാനായിട്ട് വീണ്ടും അവർ ശ്രമിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ നവ്യ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അബി ഫോണിൽ കൂടെ പറയുന്ന ഡേവിഡുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നവ്യ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ വിവരങ്ങളൊക്കെ നയനിക്ക് പാസ് ചെയ്യുവാണ്. നയനിക്ക് കാര്യം മനസ്സിലായി. തൻ്റെ ചേച്ചിയാണ് തന്നെ രക്ഷിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ പിന്നീടാണ് നയന മനസ്സിലാക്കുന്നത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം നയനിക്ക് ഭയങ്കര സന്തോഷമുള്ളായിരുന്നു. പിന്നീട് അവരെല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ നാഗേന്ദ്രൻ്റെ അവന്തിക്ക് എല്ലാവരും കൂടെ കൊടുക്കുന്നുണ്ട്. ആദർശം എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരോടൊപ്പം നവ്യയും ചേരുന്നുണ്ട്. കാരണം നവ്യ അവരോടൊപ്പം ചേർന്ന് നിന്നിട്ടാണ് അവർക്കിട്ട് പണി കൊടുക്കുന്നത്. അപ്പം മാളവികയുണ്ട്, നവ്യയുണ്ട്. അവരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കാനായിട്ട് അങ്ങനെ ഒടുവിൽ സത്യങ്ങളിലേക്ക് അവരെത്തുന്നുണ്ട്. അബിയുടെ അച്ഛനാണ് നാഗേന്ദ്രന്. അപ്പൊ അയാളാണ് ഇത്രയും കാലം പണി പറ്റിച്ചുകൊണ്ടിരുന്നത്. ആദർശനിട്ടും അനന്തപുരിക്കാർക്കിട്ടൊക്കെ പണി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുവാണ്. അപ്പൊ അതിനകത്തൊരു പ്രധാന പങ്ക് വഹിക്കുന്ന നവ്യാണ് സത്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. കാരണം നവ്യയുടെ സംശയമാണ് അതിലേക്ക് എത്തിത്തിരിച്ച്. കാരണം ഇതിനു മുമ്പ് DNA ടെസ്റ്റിന്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നവ്യക്ക് സംശയം ഉണ്ടായിരുന്നു ഏൺ ജ്വല്ലറിക്കാരുമായിട്ട് അബിക്ക് എന്താ ബന്ധം എന്നുള്ളത്. അങ്ങനെ ഒടുവിൽ ആ സത്യത്തിൽ ചേർന്ന് കഴിയുമ്പോൾ മുത്തശ്ശൻ വെറുതെ വിടുവോ? ഒരു കാരണവശാലും ഇല്ല. മുത്തശ്ശൻ പിന്നെ അബിയൊക്കെ അവൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നുണ്ട്. അത് മാത്രമല്ല നാഗേന്ദ്രനൊക്കെ നല്ല ഇടിവെട്ട് പണി തന്നെയാണ് കൊടുക്കുന്നത്. അവർ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവരുന്ന സമയത്ത് അതൊക്കെ പിടികൂടുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇത്രയും കാലം വെച്ചടി കയറ്റുണ്ടായിരുന്ന അവര് പതുക്കെ പതുക്കെ താഴേക്ക് പോവുകയാണ്. അല്ലെങ്കിലും ആദർശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷു കഴിയുന്നതോട് കൂടിയിട്ട് അവർ തകർന്നു പോകുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അതിനിപ്പോൾ ഈ വരുന്ന ദിവസങ്ങൾ അടുത്ത ആഴ്ച അതിൻ്റെ പിന്നത്തെ ആഴ്ചയൊക്കെ ആയിട്ട് കാണാൻ പോകുന്നു കേട്ടോ. അപ്പൊ അതിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.